ഫൈഹാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പൂക്കളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണല്ലോ റോസാ ചെടി. പലതരത്തിലുള്ള നിറങ്ങളിലും ഭംഗിയിലും നമ്മുടെ മനസ്സ് കീഴടക്കുന്ന ഒരു ഫ്ലവർ തന്നെയാണ് റോസ്. അതുപോലെ തന്നെ എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് റോസ്. എന്നാൽ റോസിൻ്റെ കമ്പ് മുറിച്ച് നടുന്ന സമയത്ത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇതിൻ്റെ വേര് പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് റോസാ ചെടിയിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് പലരും ബഡ് ചെയ്ത റോസാ ചെടികൾ നഴ്സറികളിൽ നിന്നും വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബഡ് തൈകളേക്കാൾ കൂടുതൽ കാലം നിൽക്കുന്നതും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതും നമ്മുടെ നാടൻ ഇനങ്ങളിലാണ്. ഇവ തന്നെ പല നിറങ്ങളിലും നമുക്ക് ലഭ്യമാണ്. നാടൻ ഇനങ്ങളുടെ മൂത്ത തണ്ടുകൾ മുറിച്ച് നട്ട് നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ വേര് നല്ലതുപോലെ പിടിക്കാത്തത് കൊണ്ട് നമ്മൾ പലരും ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണുകളായ തേൻ, കരി, കറ്റാർവാഴ എന്നിവ ഉപയോഗപ്പെടുത്തി റോസുകളിൽ പെട്ടെന്ന് നമുക്ക് വേരുകൾ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. റോസ് ചെടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചത് കറ്റാർവാഴ തന്നെയാണ്. അതിനായി കറ്റാർവാഴയുടെ 1.5 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം എടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് നടാൻ വേണ്ടി തിരഞ്ഞെടുത്ത റോസിൻ്റെ മൂപ്പെത്തിയ കമ്പ്, അതായത് തണ്ട്, നമ്മൾ എടുത്തിട്ടുള്ള കറ്റാർവാഴയുടെ പീസിൻ്റെ സെൻറ്ററിലായിട്ട്, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് താഴ്ത്തി വെക്കുക അല്ലെങ്കിൽ കുത്തി വെക്കുക. റോസിൻ്റെ കമ്പ് മുറിക്കുന്ന സമയത്ത് ചരിച്ച് മുറിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തണ്ടിൻ്റെ മുകൾ ഭാഗത്തെ ഇലകൾ അടങ്ങിയ ഭാഗം നീക്കം ചെയ്യുകയും വേണം. അങ്ങനെ റോസിൻ്റെ കമ്പ് ഇതേപോലെ കറ്റാർവാഴയിൽ കുത്തിവെച്ചതിന് ശേഷം ഇതുപോലെ ഒരു 10 മിനിറ്റ് നേരം ഇത് പുറത്ത് വെക്കണം. അതായത് പോട്ടി മിക്സിലേക്ക് നടുന്നതിന് മുന്നേ ആയിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ പുറത്ത് വെക്കണം. ഇതിന് ശേഷം ചെറിയൊരു കവറിൽ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തൊരു മിശ്രിതം തയ്യാറാക്കുക. ഈ പോട്ടി മിക്സിലേക്ക് കറ്റാർവാഴയോട് കൂടി തന്നെ റോസിൻ്റെ തണ്ട് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നട്ടുപിടിപ്പിക്കുക. 2 ദിവസം ഇത് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 3 മാസം ആകുമ്പോഴേക്കും വേര് നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഈ കാലയളവിൽ കൃത്യമായി നനച്ചു കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞ് വേര് നന്നായി വന്നതിന് ശേഷം നമുക്കിത് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നല്ല വളർച്ചയോട് കൂടി ധാരാളം പൂക്കൾ ഉണ്ടാകുവാനും പിന്നെ അതുപോലെ തന്നെ ദീർഘകാലം ഇവ നിലനിൽക്കുവാനും ഒരുപാട് സഹായകമാണ്. ഇങ്ങനെ കറ്റാർവാഴയുടെ തണ്ട് ഉപയോഗിച്ച് പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് റോസുകളിൽ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റോസിൻ്റെ കമ്പ് മുറിച്ച് നടുന്ന സമയത്ത് നല്ലതുപോലെ മൂത്ത കമ്പ് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ചെടികൾക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയും ഉള്ള സ്ഥലം നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ദിവസവും കൃത്യമായി നനയ്ക്കുകയും വളം നൽകുകയും ചെയ്താൽ റോസിൽ നിറയെ പൂക്കൾ ഉണ്ടായിരിക്കും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് തേൻ ഉപയോഗിച്ചിട്ടാണ്. ഇതിനു വേണ്ടി 2 ടീസ്പൂൺ ശുദ്ധമായ തേൻ 1 കപ്പ് വെള്ളത്തിൽ കലക്കി ഒരു കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പ് നല്ലതുപോലെ ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് ഒരു കറുത്ത തുണി കൊണ്ട് ഈ ഒരു ബോട്ടിൽ നല്ലതുപോലെ മൂടി വെക്കണം. എന്നിട്ട് അധികം ചൂടോ പ്രകാശമോ കിട്ടാത്ത സ്ഥലത്ത് ഇതൊരു 2 ആഴ്ച വെക്കണം. ഇങ്ങനെ 2 ആഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു റൂട്ടിംഗ് ഹോർമോണായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു ലായനിയിലേക്ക് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കുവാനുള്ള കമ്പ് ഒരു 20 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഇട്ട് വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മാറ്റി നടാവുന്നതാണ്. അതുപോലെ തന്നെ തേൻ നേരിട്ട് റോസിൻ്റെ കമ്പിൽ പുരട്ടിയും നമുക്കിത് നടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് വേര് വരികയും കിളിർക്കുകയും ചെയ്യും. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കരിക്കിൻ വെള്ളവും പച്ചച്ചാണകവും ഉപയോഗിച്ചിട്ടുള്ളൊരു രീതിയാണ്. ഇതിനു വേണ്ടി 1 ഗ്ലാസ് കരിക്കിൻ വെള്ളത്തിൽ 5 ടീസ്പൂൺ പച്ചച്ചാണകം കലക്കി വെക്കണം. എന്നിട്ട് ഇത് കുറച്ച് നേരം അതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ തെളിനീർ ഊറ്റിയെടുക്കണം. എന്നിട്ട് ഈ തെളിനീരിലേക്ക് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന കമ്പ് ഒരു 20-30 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് മാറ്റി നടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് വേര് വരാൻ ഒരുപാട് സഹായകമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതികളിലൂടെയൊക്കെ നമുക്ക് റോസിൽ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ റോസിൻ്റെ കമ്പ് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കടുത്ത വേനലിൽ നടാനായി കമ്പ് മുറിക്കരുത്. കട്ടി കുറഞ്ഞ നേർത്ത കമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 അടി നീളത്തിലും മൂത്ത കമ്പാണെങ്കിൽ 1 അടി നീളത്തിലുമുള്ള തണ്ട് മുറിച്ചെടുക്കണം. നേർത്ത കമ്പിലെ പകുതിയിലധികം ഇലകളും നീക്കം ചെയ്തതിന് ശേഷമാണ് നടേണ്ടത്. മൂത്ത കമ്പാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ഇലകളും നീക്കം ചെയ്യണം. നടാനെടുക്കുന്ന തണ്ടുകളുടെ അടിവശം മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെരിച്ച് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഈ കമ്പ് ഒരു 20 മിനിറ്റ് നമ്മൾ ഈ പറഞ്ഞ ഹോർമോണിലൊക്കെ മുക്കി വെച്ചതിന് ശേഷമാണ് നടേണ്ടത്. നടീൽ മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് മണ്ണും മണലും ചാണകപ്പൊടിയും ഒരേ അനുപാതത്തിൽ എടുത്തതിന് ശേഷം വേണം പോട്ടി മിക്സിംഗ് തയ്യാറാക്കാൻ. പിന്നെ അതുപോലെ തന്നെ കമ്പുകൾ പോട്ടി മിക്സിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒരു പൊളിത്തീൻ കവർ കൊണ്ട് മൂടി വെക്കുന്നത് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി ബാലൻസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതുമാണ്. പിന്നെ അതുപോലെ തന്നെ റോസിൽ നിറയെ പൂക്കൾ ഉണ്ടാകുവാൻ നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന വേസ്റ്റുകളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്.
ചായപ്പൊടിയുടെ ചണ്ടി വെളുത്ത് വെച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷം റോസിന് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി ചെറിയ പീസുകളാക്കി മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കിയിട്ടും നമുക്കിത് റോസിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പഴത്തിൻ്റെ തൊലി ഉണക്കി പൗഡർ ആക്കിയിട്ടും റോസുകൾക്ക് ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ തോട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇതും റോസിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിൽ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുന്ന വേസ്റ്റുകളൊക്കെ റോസിന് നമുക്ക് വളങ്ങളായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.